ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയിലേക്ക് സ്വാഗതം. മട്ക എന്ന് പറഞ്ഞാൽ വരുൺ തേജ് അഭിനയിക്കുന്ന പടത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ പടത്തിന് യുബാറിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ പടത്തിൻ്റെ 3 days പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഫയർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ വരാൻ പോവാണ്. അത് നവംബർ 13 5 മണിക്കായിരിക്കും വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മിൻമാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ 2 പോസ്റ്റേഴ്സ് വന്നിരിക്കുകയാണ്. ആനന്ദരാജ് അഭിനയിക്കുന്ന പടമാണ്. ആളുടെ ബർത്ത്ഡേ വന്നിട്ടുള്ളതാണ്. ഹാപ്പി ബർത്ത്ഡേ ദ കിങ് അനന്തരാജ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ പടത്തിലത്തെ വിനീത് കുമാറിന്റെ പേര് ഷാജഹാൻ എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ വിഷ്ണു അഗസ്ത്യയുടെ പേര് ഗോഡ്ജോ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ SDT 18 സായിധരം തേജ് അഭിനയിക്കുന്ന 18ാമത്തെ പടം. ആ പടത്തിൽ അനന്യ നഗല എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഓൺ ബോർഡ് അതിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അനന്ത് ശ്രീബാല എന്ന് പറഞ്ഞ പടത്തിൻ്റെ 4 days പോസ്റ്റർ വന്നു. പിന്നെ DNA എന്ന് പറഞ്ഞിട്ടുള്ള പടം അദർവിങ് നിമിഷ സജയൻ അഭിനയിക്കുന്ന പടമാണ്. ആ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ്. കണ്ണെ കനവ എന്നാണ് പാട്ടിൻ്റെ പേര്. അതും ഈ നവംബർ 13 5 മണിക്കാണ് വരിക. പിന്നെ ചാവ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി പടം വരാനിരിക്കുന്നുണ്ടായിരുന്നു ഡിസംബർ 6 ഒക്കെ. അത് പുഷ്പയുടെ റിലീസ് വരാനും മാറ്റിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രിസ്മസിനായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഡിസംബർ 20 ഒക്കെ ആയിട്ട് ബേബി ജോണിൻ്റെ കൂടെ. പിന്നെ ജോലിയോ ജിംഖാന എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. ഊസി റോസി എന്നാണ് പാട്ടിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ആരെയും പ്രിയാനന്ദും കൂടിയിട്ട് നാളെ 6 മണിക്കായിരിക്കും പുറത്തിടുക. പിന്നെ ബഗീര എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ രുതിരധാര എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഫുൾ വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള നിതിൻ്റെ പടത്തിൻ്റെ ടീസറിൻ്റെ അനൗൺസ്മെൻറ്റ് വരാൻ പോവാണ്. അത് നാളെ 10:08 അനൗൺസ്മെൻറ്റ് വരിക രാവിലെ. പിന്നെ മിസ്യു എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ അഭിനയിക്കുന്ന പടത്തിൻ്റെ ടീസർ വരും എന്ന് പറഞ്ഞായിരുന്നു 12 എന്ന് വെച്ചാൽ നാളെ രാവിലെ 11 മണിക്ക്. അത് വിജയ് സേതുപതിയാണ് ലോഞ്ച് ചെയ്യാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ രാംചരൻ്റെ പടത്തിലത്തെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ ആ ടീസറത്തെ തീം പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കുബേര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ടീസർ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഗ്ലിംസ് ആയിട്ടുണ്ട്. അത് നവംബർ 15 റിലീസ് ആവുന്നു. അപ്പോൾ അതിൻ്റെ 4 days പോസ്റ്റ് വന്നു. പിന്നെ കങ്കു എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ ഇറങ്ങാൻ പോകണം പടം ഈ നവംബർ 14 പടം റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ലോക്കായിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കിട്ടി ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിൻ്റെ 3 days പോസ്റ്റർ ഉണ്ട്. ഇതിൽ കങ്കു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയും ബോബി ഡിയോളിൻ്റെ ഉദിരൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയും പിന്നെ സൂര്യയുടെ തന്നെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് കാണിച്ചിട്ടുണ്ട്. നല്ല പോസ്റ്റർ ആയിട്ടാണ് ഞാൻ തോന്നിയത്. പിന്നെ കിഷ്കിന്ദ കാണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫ് അലി അഭിനയിച്ച് വൻ ഹിറ്റായ പടം. ആ പടം Disney+ ഹോട്ട്സ്റ്റാറിലൂടെ നവംബർ 19 OTT റിലീസ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ടോം ക്രൂസ് അഭിനയിക്കുന്ന മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിന്റെ ലാസ്റ്റ് ഭാഗമായിട്ട് വരുന്ന പടമാണ് മിഷൻ ഇമ്പോസിബിളിന്റെ 8ാം ഭാഗം. എന്നുവെച്ചാൽ മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് എന്നാണ് ഒഫീഷ്യലി ഇപ്പോൾ അവർ പേര് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വിചാരിച്ചിരുന്നത് മിഷൻ ഇമ്പോസിബിൾ ദ ഡെഡ് റെക്കണിംഗ് പാർട്ട് 2 എന്നായിരിക്കും എന്നുള്ളായിരുന്നു. പക്ഷെ അത് ലാസ്റ്റ് പടമായ കാരണം തന്നെ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇതിന് ട്രെയിലറും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ലുക്കും വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലുക്കാണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. ട്രെയിലർ വന്നിട്ടുണ്ട്. ജസ്റ്റ് യൂട്യൂബിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. എന്തായാലും നല്ല ട്രെയിലറായിട്ടാണ് ഞാൻ തോന്നിയത്. ലാസ്റ്റ് പടമായതുകൊണ്ട് തന്നെ പഴയ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മാതിരത്തെ ഒരു ട്രെയിലറാണ്. അതിൽ വൺ ലാസ്റ്റ് ടൈം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതിനെ ഒരു ലാസ്റ്റത്തെ പടം പ്രതീക്ഷിക്കാം. എന്തായാലും ഈ പടം 2025 മെയ് 23 റിലീസ് ആവുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലു അർജുൻ്റെ ഇറങ്ങാൻ പോണ പടം ഡിസംബർ 5 ഇറങ്ങാൻ പോണ പടമാണ്. ആ പടത്തിൻ്റെ ട്രെയിലർ അനൗൺസ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അത് 4-5 വന്നിട്ടുണ്ട്. എന്തായാലും ട്രെയിലർ നവംബർ 17 6-3 പുറത്തിടും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. 6 ദിവസം ബാക്കിയുണ്ട്. നേരത്തെ തന്നെ ഇവർ അനൗൺസ് ചെയ്തിട്ടിരിക്കുകയാണ്. വലിയ പടമായതുകൊണ്ട് തന്നെ 6 ദിവസം മുന്നോട്ടം അനൗൺസ് ചെയ്തെന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. എന്തായാലും പോസ്റ്റർ ഇതാണ്. നല്ല പോസ്റ്റർ ആയിട്ട് തന്നെയാണ് തോന്നിയത്. വലിയ ആളായതിൻ്റെ രീതിയിലുള്ള ഒരു ഇതൊക്കെ ഉള്ള പോസ്റ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.